Good morning. So in the last class, we had learned about apoptosis and the pathways involved in apoptosis. We had learned that there are two pathways, namely the extrinsic pathway and the intrinsic pathway. Extrinsic pathway എന്ന് പറയുന്നത് external stimuli കാരണം ഉണ്ടാവുന്ന pathway ആണ്, അത് ട്രിഗർ ചെയ്യുന്ന pathway ആണെന്നും ഇൻട്രിൻസിക് pathway internal stimuli ട്രിഗർ ചെയ്യുന്ന pathway ആണെന്നും പഠിച്ചിരുന്നു. നമ്മൾ extrinsic pathway പഠിച്ചല്ലോ, ഇന്ന് നമുക്ക് intrinsic pathway of apoptosis പഠിക്കാം. ആ വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. നമ്മൾ ഈ ബ്ലഡ് കോയാഗുലേഷൻ പഠിച്ചിട്ടുണ്ടോ, എക്സ്ട്രിൻസിക് പാത്വേ ഇൻട്രിൻസിക് പാത്വേ എന്ന് പറയാം. അതേപോലെ ഇവിടെ ഇൻട്രിൻസിക് പാത്വേ ട്രിഗർ ചെയ്യുന്നത് ഇന്റേണൽ സ്റ്റിമുലൈ ആണ്. സെല്ലിന്റെ അകത്ത് നടക്കുന്ന സ്റ്റിമുലസ് ആണ് ഇൻട്രിൻസിക് പാത്വേയെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതിന്റെ കീഴിൽ വരുന്ന ചില സ്റ്റിമുലൈസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇർറിപ്പയറബിൾ ജനറ്റിക് ഡാമേജ് എന്ന് വെച്ചാല് നമ്മുടെ DNA when it replicates, DNA replication സമയത്ത് നിങ്ങൾ S5 പഠിക്കും. ട്രെമൻഡസ് സ്പീഡിലാണ് ഈ DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. ഒരു സെക്കൻഡിൽ 1000 ബേസ് പെയർസ് ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നടക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തെറ്റ് വരത്തില്ല, ആഡ് ചെയ്യുന്ന ബേസ് പെയർസിൽ തെറ്റ് വരാം. പക്ഷെ ഇത് റെക്ടിഫൈ ചെയ്യാൻ പിന്നാലെ തന്നെ സിസ്റ്റം ഉണ്ട്, DNA റിപ്പയർ സിസ്റ്റം ഉണ്ട്. അതിനെ അതിജീവിക്കുന്ന ചില ഡാമേജസ് ഉണ്ട്, റിപ്പയറേ ചെയ്യാൻ പറ്റാത്ത ചില ജനറ്റിക് ഡാമേജസ് വരും. അങ്ങനെ വരുമ്പോൾ ആ സെല്ല് തന്നെ നശിപ്പിക്കുന്നതാണ് ബോഡിക്ക് നല്ലത്. അപ്പൊ അത് അപ്പോട്ടോസിസ് വഴിയാണ് നടത്തുന്നത്. ഓക്കെ, ഇത് സാധാരണ നമ്മുടെ ബോഡി നടക്കുന്ന പ്രോസസ് ആണിത്. ഇറിപ്പയറബിൾ ജനറ്റിക് ഡാമേജ് വരുമ്പോൾ അത്തരത്തിലുള്ള സെൽസ് നശിപ്പിക്കും. പിന്നുള്ളത് ലാക്ക് ഓഫ് ഓക്സിജൻ. ലാക്ക് ഓഫ് ഓക്സിജൻ ഇസ് കോൾഡ് ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിയ എന്ന് വെച്ചാൽ ഓക്സിജന്റെ സപ്ലൈ കട്ട് ഓഫ് ആവുക. ഇപ്പൊ ഹാർട്ട് അറ്റാക്കിലൊക്കെ കൊറോണറി ആർട്ടറീസ് ബ്ലോക്ക് ആയിട്ട് ബ്ലഡ് എത്തുകയില്ല, ബ്ലഡ് എത്താതെ വരുമ്പോഴത്തേക്ക് സെൽസ് മരിക്കും. അപ്പൊ ആ ഓക്സിജന്റെ ഇല്ലായ്മയാണ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സെല്ലിന് ഹൈപ്പോക്സിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആ സെല്ല് അപ്പോട്ടോസിസ് അണ്ടർഗോ ചെയ്യും, കാരണം പല ഡാമേജസ് അതിനകത്ത് നടക്കും. പിന്നുള്ളത് ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സൈറ്റോസോളിക് കാൽഷ്യം. സാധാരണ കാൽഷ്യം എന്ന് പറയുന്നത് കാൽഷ്യം ആണെന്നാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ കാണുന്ന അയോണാണ്. അത് സൈറ്റോസോളിലേക്ക് റിലീസ് ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പൊ അങ്ങനെ വന്ന് സൈറ്റോസോളിക് കാൽഷ്യമിന്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ സെൽ വിൽ അണ്ടർഗോ അപ്പോട്ടോസിസ്. പിന്നുള്ളത് വൈറൽ ഇൻഫെക്ഷൻ. ഇപ്പൊ നമ്മുടെ സെൽസ് വൈറസ് കൊണ്ട് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ സെല്ലിനെ മൊത്തത്തിൽ നശിപ്പിക്കുക എന്നുള്ളതാണ് ബോഡിയുടെ ഒരു ഡിഫൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായി? ഇപ്പൊ HIV ഒക്കെ അങ്ങനെയാണ്, ഹെൽപ്പർ T സെൽസിനെയാണ് അത് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ ഹെൽപ്പർ T സെൽസിനെ തന്നെ ബോഡി നശിപ്പിച്ച് കളയും. അതുകൊണ്ടാണ് ഇമ്മ്യൂണിറ്റി കുറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് S6 പഠിക്കും. പിന്നെ സിവിയർ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, അതായത് ലാർജ് നമ്പർ ഓഫ് ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യുക. സാധാരണ നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് ജനറേറ്റ് ചെയ്യും, അത് നോർമൽ ആയ പ്രോസസ്സാണ്. പക്ഷെ അതിനെ നശിപ്പിക്കാൻ ഇപ്പൊ നമ്മുടെ നാട്ടിലെ കള്ളന്മാരില്ലേ, പക്ഷെ കള്ളന്മാരെ പോലീസ് പിടിക്കാനുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതേപോലെ ഫ്രീ റാഡിക്കൽസിനെ കൊമ്പാറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിക്കകത്ത് തന്നെ ചില മെക്കാനിസംസ് ഉണ്ട്. അതിനെ ആന്റി ഓക്സിഡന്റ് ഡിഫൻസ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ അതിനെ അതിജീവിച്ച് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടിയാൽ ദ സെൽ വിൽ അണ്ടർഗോ ഡാമേജ്. മനസ്സിലായത്? അപ്പൊ അതിനെ അപ്പോട്ടോസിസ് നടത്തി നശിപ്പിച്ചു കളയും. അപ്പൊ ഇതൊക്കെയാണ് ഇന്റേണൽ സ്റ്റിമുലൈ വിച്ച് ട്രിഗേഴ്സ് ഇൻട്രിൻസിക് പാത്വേ ഓഫ് അപ്പോട്ടോസിസ്. ക്ലിയർ? ഇനി ഇൻട്രിൻസിക് പാത്വേയെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പറ്റം പ്രോട്ടീൻസ് ഉണ്ട്, ആൻഡ് ദേ ബിലോങ് ടു എ ഫാമിലി കോൾഡ് BCL2 ഫാമിലി. BCL2 ഫാമിലി എന്ന ആ ഫാമിലി ഓഫ് പ്രോട്ടീൻസിന്റെ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക് ഉണ്ട്. അതിന്റെ സ്ട്രക്ചറിൽ ദർ ഇസ് എ ഡൊമെയിൻ കോൾഡ് BH ഡൊമെയിൻ. നിങ്ങൾ ഡൊമെയിൻ എന്നുള്ളത് ആ സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനിലൊക്കെ കേട്ടിട്ടുണ്ടോ? ആ പ്രോട്ടീന്റെ ഭാഗത്തിനാണ് ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പൊ BH ഡൊമെയിൻ എന്ന് വെച്ചാൽ അതിന്റെ എക്സ്പാൻഷൻ എന്ന് വെച്ചാൽ BCL2 ഹോമിലോഗി. അപ്പൊ BH ഡൊമെയിൻസ് ഉള്ള പ്രോട്ടീൻസ് ആണ് BCL2 ഫാമിലിയിലുള്ള പ്രോട്ടീൻസ്. ക്ലിയർ? BH ഡൊമെയിൻ BH1, BH2, BH3 എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ BCL2 ഫാമിലി മെമ്പേഴ്സിനെ 3ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് പ്രോ അപ്പോട്ടോട്ടിക് മെമ്പേഴ്സ്, അതായത് അപ്പോട്ടോസിസിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? BCL2 ഫാമിലിന്റെ കീഴിൽ വരുന്ന ഗ്രൂപ്പ്സ് ആണ് ഇതെല്ലാം, സബ് ഗ്രൂപ്പ്സ്. അതിലെ ആദ്യത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ദോസ് ദാറ്റ് പ്രൊമോട്ട് അപ്പോട്ടോസിസ്. അതിന്റെ കീഴിൽ വരുന്നതാണ് ബാക്ക് ആ പ്രോട്ടീൻസിന്റെ പേര് ഇതൊക്കെ കേട്ടോ. അപ്പൊ ഇതിന്റെ ജീൻ എന്ന് പറഞ്ഞാൽ സ്മോൾ BAX ആയിരിക്കും. ജീൻ എപ്പോഴും സ്മോൾ ലെറ്ററിലും അതിൽ നിന്ന് വരുന്ന പ്രോട്ടീൻസ് എപ്പോഴും ആദ്യത്തെ ആൽഫബറ്റ് ക്യാപിറ്റൽ ലെറ്ററും ആയിരിക്കും കേട്ടോ. ഇത് പ്രോട്ടീൻസ് ആണ്. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ആന്റി അപ്പോട്ടോട്ടിക് മെമ്പേഴ്സ് ആണ്. അതായത് അപ്പോട്ടോസിസ് തന്നെ കണ്ടമാനം നടന്നാലും പ്രോബ്ലം അല്ലേ, അപ്പൊ അത് റെഗുലേറ്റ് ചെയ്യണമല്ലോ. കൂടുതൽ നടക്കാൻ പാടില്ല, കുറവ് നടക്കാൻ പാടില്ല. അപ്പൊ അപ്പോട്ടോസിസിനെ തടയുന്ന പ്രോട്ടീൻസ് ആണ് ഈ വിഭാഗത്തിൽ പെടുന്നത്. അതിന് കീഴിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പൊ അതിൽ BCL2 എന്ന് പറയുന്നത് അതിന് കീഴിൽ വരുന്ന ഒരു പ്രോട്ടീൻ ആണ് കേട്ടോ.
BCL2 ഫാമിലിയുടെ കീഴിൽ വരുന്ന ഒരു പ്രോട്ടീൻ ആണ് BCL2. അത് കൂടാതെ ഈ പറഞ്ഞ പ്രോട്ടീൻസും ഉണ്ട്, BCLXL, BSCLW ഒക്കെ. ഈ മൂന്നാമതൊരു വിഭാഗമുണ്ട് വിച്ച് ഇസ് കോൾഡ് ദ BH3 only പ്രോട്ടീൻസ്. ഇത് ഒറ്റ ഇതായിട്ട് പറയണം, BH3 only പ്രോട്ടീൻസ് ആണ് അതിന്റെ പേര്. കാരണം they have got only BH3 ഡൊമെയിൻ. മനസ്സിലായി? BH ഡൊമെയിൻ ഉണ്ട്, പക്ഷെ BH3 ഡൊമെയിൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള പ്രോട്ടീൻസ് ആണ് BH3 only പ്രോട്ടീൻസിന്റെ വിഭാഗത്തിൽ വരുന്നത്. അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന ബിഡ്, ബാറ്റ്, പ്യൂമ, ബിം ഒക്കെ അതും അപ്പോട്ടോസിസിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോട്ടീൻസാ. ഓക്കെ, ഇനി പ്രൊമോട്ട് ചെയ്യുന്ന പ്രോട്ടീൻസ് വെച്ചാൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ചോദിച്ചാൽ ഇവിടെ രണ്ട് വിഭാഗങ്ങളുണ്ടല്ലോ, പ്രോ അപ്പോട്ടോട്ടിക് മെമ്പേഴ്സ് ഉണ്ട്, ആന്റി അപ്പോട്ടോട്ടിക് മെമ്പേഴ്സ് ഉണ്ട്. പ്രോ അപ്പോട്ടോട്ടിക്കിനെ ആക്ടിവേറ്റ് ചെയ്താലും മതി, ആന്റി അപ്പോട്ടോട്ടിക്കിനെ ഇൻഹിബിറ്റ് ചെയ്താലും മതി. മനസ്സിലാകുന്നുണ്ട്? ആന്റി അപ്പോട്ടോട്ടിക്കിനെ ഇൻഹിബിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അപ്പോട്ടോസിസ് ട്രിഗർഡ് ആവുമല്ലോ. അങ്ങനെയാണ് ഈ BH3 only പ്രോട്ടീൻ അപ്പോട്ടോസിസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, either by inhibiting anti apoptotic members or by activating pro apoptotic members. മനസ്സിലായോ? പറഞ്ഞത് ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.